എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് തീരുമെന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമായിരിക്കും. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓരോ കാർഡുകളിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് 5 ഓഫ് വാൺസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ 5 ഓഫ് വാൺസ് പറയുന്നത് ഇതുവരെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ ദൃശ്യമാണ്. നിങ്ങൾ തമ്മിൽ എതിർത്ത അല്ലെങ്കിൽ എടുത്ത നിലപാടുകൾക്കിടയിൽ അകലമുണ്ടാകാം. തീർച്ചയായിട്ടും ആ അകലങ്ങൾ ഇവിടെ കൃത്യവുമാണ്. ആശയവിനിമയത്തിലെ തടസ്സങ്ങളാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ നിങ്ങളും ആ വ്യക്തിയും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളും ആ വ്യക്തിയും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒന്നായിരുന്നപ്പോഴും പറയുന്ന ശൈലിയിലോ ആശയവിനിമയത്തിലുള്ള വൈതരണികളോ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കി മാറ്റി. തീർച്ചയായിട്ടും അത്തരം പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കടന്നുപോയത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ബാധിച്ചു. ഇതുവരെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. തുറന്ന് സംസാരിക്കാത്തതിൻ്റെയും കൃത്യമായി കാര്യങ്ങൾ പറയാത്തതിൻ്റെയും ഒരു വീഴ്ച നിങ്ങളുടെ ബന്ധത്തിൽ ദൃശ്യമാണ്. അത്തരം ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയതും. എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കണം. പറയുന്നത് തെറ്റിദ്ധരിക്കാനിടയായി. നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളും തെറ്റായി അവർ വ്യാഖ്യാനിച്ചു. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. തൽക്കാലം ക്ഷമിക്കുക. ചില ആളുകൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതായിട്ട് നമുക്ക് രണ്ടാമത്തെ ദി ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡിലേക്കാണ് പോകുന്നത്. ദി ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രശ്നങ്ങളുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ പ്രതിസന്ധിയുടെ ആ ഒഴുക്ക് നിലച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു വ്യക്തിയും മറിച്ച് അന്യോന്യം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും അന്യോന്യം പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടേതായ വാശിയും നിങ്ങളുടേതായ സമീപനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ അടുത്തറിയാൻ കഴിയുമായിരുന്നു. അതിന് ചുറ്റുമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനും രണ്ട് ധ്രുവങ്ങളിലാക്കാനുമാണ് ശ്രമം നടത്തുന്നത്. ഇത് ക്ഷമയും വ്യത്യസ്തമായ ദൃഷ്ടികോണവും ആവശ്യമുള്ള സമയമാണെന്ന് പറയുന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്ഷമിക്കുകയാണ് വേണ്ടത്. ആളുകൾ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ ശ്രമിക്കും നിങ്ങൾക്കിടയിൽ. പക്ഷെ നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോകുക. ഇനിയിപ്പോൾ ആ വ്യക്തി എന്തെങ്കിലും മറ്റുള്ളവരുടെ സ്വാധീനത്താൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ക്ഷമ ഇവിടെ കൃത്യമായിട്ട് ആവശ്യമാണ്. നിങ്ങളുടെ ക്ഷമ ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെ ഉണ്ടാകും, വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. പക്ഷേ ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അങ്ങനെയായാൽ അത് നിങ്ങൾക്കാണ് കൂടുതൽ തിരിച്ചടി കിട്ടുക. നിങ്ങൾക്ക് ഉള്ളിൽ കുറച്ച് വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാം ഒന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഭാവിയിൽ നിങ്ങൾക്കത് വിജയമായി മാറും. അതായിട്ട് നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോവുകയാണ്. ദി സൺ എന്ന് പറയുന്ന കാർഡാണ്. എല്ലാം അവസാനം ഊർജ്ജസ്വലമായി തീരുന്നതായിട്ട് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ പല ആളുകളും ശ്രമിച്ചു. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ അവസാനം സൂര്യനാണ് കാണുന്നത്. ഊർജ്ജസ്വലമായിട്ട് പ്രതിസന്ധികൾ മാറി എവിടെയും വെളിച്ചം വീശുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ തമ്മിൽ തുറന്ന മനസ്സോടെ സംസാരിച്ചാൽ പ്രശ്നങ്ങൾ മുൻപേ തീരുമായിരുന്നു. പിന്നീട് ആണ് നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കുക. ഒരു പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജികൾ നിങ്ങൾക്കുണ്ടാകാനുണ്ട്. എല്ലാം പരിഹരിക്കാൻ പറ്റും.
ഊഷ്മളവും സന്തോഷകരമായൊരു ജീവിതം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുടെ തുറന്നു പറച്ചിലെ അഭാവമാണ് നിങ്ങൾ പരാജയപ്പെടുത്തുന്നത്. എല്ലാം ഊർജ്ജസ്വലമായി തന്നെ തീരുന്നതാണ്. നിങ്ങളെയും നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെയൊക്കെ ഒറ്റപ്പെടുത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കേവലം നിങ്ങളോട് മാത്രമല്ല അവർക്ക് ദേഷ്യം, അവർക്ക് വൈരാഗ്യം. നിങ്ങളെ അകറ്റാൻ ശ്രമിച്ചവർ നിങ്ങളെ മൊത്തത്തിൽ അകറ്റാനാണ് ശ്രമിച്ചത്. പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയാകുന്നു. ഭാവിയിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് അതുതന്നെയാണ്. തുറന്ന മനസ്സോടെ സംസാരിച്ച് മുന്നോട്ട് പോകുക. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീരും. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളും വലിയ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.